ഏതാണ്ട് 19 അതെ, കൂക്കാട്ട് പിതാവാണ് കടന്നു വരുന്നത്. മറ്റുള്ളവരിൽ വ്യത്യസ്തമായി ഉൾവശത്ത് ചുമന്ന കളറുള്ള കറുത്ത ഉടുപ്പ് ധരിച്ച് വളരെ വാത്സല്യത്തോടു കൂടിയാണ് Direzione Principis Apostolorum, direzione tua nell'Ecclesia Laborale. Ad honorem Dei Omnipotentis et Sanctorum Apostolorum Petri e Pauli, tibi committimus diaconia Sancti Antoni Patavini a circoncisione Papia. In nome Patris et Filii et Spiritus Sancti. Non fare più. നമ്മൾ കാത്തിരുന്ന വിശ്വാസി സമൂഹം കാത്തിരുന്ന ധന്യമായ നിമിഷത്തിലൂടെയാണ് വത്തിക്കാനിലെ ചടങ്ങ് ഇപ്പോൾ കടന്നുപോയത്. ഇന്ത്യയിലെ കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ നാഴികക്കല്ലായ ചടങ്ങ് സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ നടന്ന ചടങ്ങിൽ നമ്മുടെ സ്വന്തം കൂവക്കാട് പിതാവിനെ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തിയിരിക്കുന്നു, ആനയിച്ചിരിക്കുന്നു. മാർപ്പാപ്പ വൈദിക പദവിയിൽ നേരിട്ട് കർദിനാളാകുന്ന ഇന്ത്യയിൽ നിന്ന് തന്നെയുള്ള ആദ്യത്തെ പുരോഹിതനാണ് കൂവക്കാട് പിതാവ് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്നത്. വത്തിക്കാനിലെ ചടങ്ങുകൾ തുടരുകയാണ്. വത്തിക്കാനിലെ ചടങ്ങുകൾ തുടരുന്നു. വളരെ ധന്യമായ നിമിഷത്തിലൂടെ കടന്നു പോകുന്ന ഇന്ത്യയിലെ വിശ്വാസി സമൂഹവും കേരളത്തിലെ വിശ്വാസി സമൂഹവും എല്ലാം ഏറെ നേരമായി കാത്തിരുന്ന ആ ചടങ്ങുകളുടെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കടന്നുപോയി. ഫാദർ ഡോക്ടർ ജോസഫ് പാറയ്ക്കൽ തുടരുന്നുണ്ട്. ഫാദർ ഡോക്ടർ ജോസഫ് പാറയ്ക്കൽ, എത്രത്തോളം പ്രധാനമാണ് ഇപ്പോൾ കടന്നുപോയ ചടങ്ങ്, ആ നിമിഷങ്ങൾ? ഒത്തിരി സന്തോഷമുണ്ട്. നമ്മുടെ ഒരു സഹോദരൻ, നമുക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ കൂവക്കാട്ട് പിതാവിനെ വളരെ സ്നേഹത്തോടെ വാത്സല്യപൂർവ്വം പിതാവ് കർദിനാൾ സ്ഥാനത്തേക്ക് ഉയർത്തി വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിച്ച് പറഞ്ഞയക്കുന്നതാണ് നമ്മൾ കാണുന്നത്. വ്യത്യസ്തമായ ഒരു വേഷത്തോടു കൂടിയാണ് കൂവക്കാട്ട് പിതാവ് കടന്നു വന്നത്. മറ്റുള്ള വ്യത്യസ്തമായി കറുത്ത ഗൗൺ, പക്ഷേ ഉള്ളിൽ ചുമന്ന കളറ്. അതൊരു പൗരസ്ത്യ സഭയായതുകൊണ്ടാണ്. സീറോ മലബാർ സഭ മറ്റ് 23 പൗരസ്ത്യ സഭകളാണല്ലോ, അതിൽ ഒരു സഭയാണ് സീറോ മലബാർ സഭ. സീറോ മലബാർ സഭയുടെ പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം കടന്നു വന്ന് മേടിച്ചത്. മറ്റുള്ളതിന് വ്യത്യസ്തമായിട്ട് ഒരു കറുത്ത കളറുള്ള ഒരു തൊപ്പി, എന്നാൽ ചുമന്ന ആഭരണമുള്ള തൊപ്പിയാണ് ഫ്രാൻസിസ് പാപ്പ അദ്ദേഹത്തിന് വെച്ച് കൊടുത്തത്. അദ്ദേഹം 20ാമനായിട്ടാണ്, 21 പേര് 20ാമനായിട്ടാണ് കടന്നു വന്ന് കർദിനാൾ പദവി സ്വീകരിച്ചത്. അദ്ദേഹം ഇപ്പോൾ ചുറ്റും നടന്ന് മറ്റുള്ളവരെ എല്ലാം അഭിവാദനം ചെയ്യുകയാണ്. മറ്റ് കർദിനാളുമാരെല്ലാം അദ്ദേഹത്തെ അനുമോദിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഒത്തിരി അഭിമാനം തോന്നുന്ന ഒരവസരമാണ്. ഏഷ്യയുടെ മുഴുവൻ പ്രതിനിധിയായിട്ട്, ഇന്ത്യയുടെ മുഴുവൻ പ്രതിനിധിയായിട്ട്, ഭാരതത്തിന്റെ പ്രതിനിധിയായിട്ട്, കേരളത്തിന്റെ പ്രതിനിധിയായിട്ട്, കോട്ടയം ഡിസ്ട്രിക്റ്റിന്റെ ചങ്ങനാശ്ശേരി എന്ന സ്ഥലത്തിന്റെ മാമൂട് ഇടവകയുടെ പ്രതിനിധിയായിട്ട് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള കൂവക്കാട്ട് പിതാവ് കർദിനാൾ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്നു. സന്തോഷകരമായ നിമിഷം. എല്ലാവരും കർദിനാൾമാർ പരസ്പരം ആശ്ലേഷിച്ച് അഭിനന്ദിക്കുകയാണ്, സമാധാനം കൈമാറുകയാണ്. ഇനി വളരെ ചെറിയ ചടങ്ങുകൂടെ ഉള്ളൂ. കൺക്ലൂഡിങ് പ്രേയേഴ്സ് ഒക്കെയാണ് ഇനിയുള്ളത്. അതിലേക്കായിരിക്കും ഇനി മാർപ്പാപ്പ കടക്കുന്നത്. സ്വർഗസ്നായ പിതാവ് എന്നുള്ള പ്രാർത്ഥന ചൊല്ലി സമാപന ആശീർവാദം കൊടുത്ത് ജനസമൂഹത്തെ മുഴുവൻ മാർപ്പാപ്പ നിമിഷങ്ങൾക്കുള്ളിൽ പറഞ്ഞു വിടുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ചടങ്ങുകൾ പൂർത്തിയാകുന്നു. വളരെ പ്രധാനപ്പെട്ട ചടങ്ങ്. വിശ്വാസി സമൂഹമാകെ പ്രാർത്ഥനാഭരിതമായി കാത്തിരുന്ന ചടങ്ങ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അത് വത്തിക്കാനിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ വീണ്ടും കാണുന്നതിനൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ കോട്ടയത്തു നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി നമ്മൾ കാണുന്നുണ്ട്. കൂവക്കാട്ടിൽ പിതാവിൻ്റെ സ്വദേശത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ, ഒപ്പം വത്തിക്കാനിലുള്ള ദൃശ്യങ്ങളും.
ഭാരത കത്തോലിക്ക സഭയ്ക്ക് ഒരു കർദിനാളിനെ കൂടി ലഭിച്ചിരിക്കുകയാണ്. പ്രാർത്ഥനാഭരിതമായ ചടങ്ങിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ നിന്ന് വത്തിക്കാനിൽ നമ്മൾ തത്സമയം കണ്ടത്. മറ്റൊരു ഭാഗത്ത് അദ്ദേഹത്തിന്റെ ഇടവകയിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ സഹോദരി, ബന്ധുക്കൾ, കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ, അദ്ദേഹത്തിന്റെ ദേശക്കാർ, അവരൊക്കെ ഈ ചടങ്ങ് പ്രാർത്ഥനാഭരിതമായി കാണുന്നതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് മറുഭാഗത്തും നമ്മൾ കാണുന്നത്.